നമസ്കാരം മക്കളെ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗമായി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന 38 നോട്ടിഫിക്കേഷനുകളുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ വീഡിയോ എല്ലാം ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഒരുപാട് വേക്കൻസി ഉള്ള 100+118 വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആണ് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ്. അതായത് കാറ്റഗറി നമ്പർ 007/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പറിലുള്ള റൂം ബോയ് എന്ന് പറയുന്ന തസ്തിക. ഈ തസ്തികയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുക. എന്താണ് ഇതിന്റെ സിലബസ്? കുറേ ആളുകൾ സിലബസ് ചോദിക്കുന്നുണ്ട്. എന്താണ് റൂം ബോയുടെ സിലബസ്, എന്താണ് ക്വാളിഫിക്കേഷൻ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതായത് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റിൽ ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്. നമുക്കറിയാം 23,000 തൊട്ട് 50,200 രൂപ വരെ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. അതായത് വെറും 7ാം ക്ലാസ് വിജയമുള്ള 7ാം ക്ലാസ് മാത്രം വേണ്ടി വരുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് 23,000 പ്ലസ് രൂപ ഇന്ത്യ കിട്ടാൻ പോവാണ്, സാലറി ആയിട്ട് കിട്ടാൻ പോവാണ്. അതായത് LGSനേക്കാൾ കൂടുതൽ സാലറി എവിടെ കിട്ടാൻ പോവാണ്? ഈ പറയുന്ന 7ാം ക്ലാസ് യോഗ്യതയുള്ള റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റിന് കിട്ടാൻ പോവാം. അപ്പൊ അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. നന്നായിട്ട് പഠിച്ച് ജോലിയിൽ കയറാൻ പറ്റുന്ന 118 വേക്കൻസി. ഈ ഒരു റിക്രൂട്ട്മെന്റിലെ 38 വേക്കൻസികളിൽ ഏറ്റവും അധികം വേക്കൻസി ഉള്ള പോസ്റ്റ് ആണ് റൂം ബോയ് എന്ന് പറയുന്നത്. ഇതിന് വെറും 7ാം ക്ലാസ് മാത്രം മതി. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ സാലറി ഭയങ്കര കൂടുതലാണ്. നല്ല ആകർഷണീയമായിട്ടൊരു സാലറി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോസ്റ്റിന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നേരിട്ടുള്ള നിയമനമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ പ്രായം പറയുന്നത് 1/1/2007നും 1/1/2007നും 2/1/1981 ഇടയിൽ. അതായത് 2/1/1981 അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ പ്രായം വരുന്നത്. ദെൻ 1/1/2007 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനിടയിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 36 വയസ്സ് വരെയാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കുറെ അധികം കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ ഫീസ് വരുന്നത് 300 രൂപയാണ്. അപേക്ഷയ്ക്ക് ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി 300 രൂപയാണ്. ദെൻ SC ആണ് എന്നുണ്ടെങ്കിൽ 150 രൂപ, ST ആണെങ്കിൽ 150 രൂപ, OBC ആണെങ്കിൽ 300 രൂപ, EWS ആണെങ്കിൽ 300 രൂപ. അപ്പോൾ 300 രൂപയാണ് ജനറൽ വരിക. SC ST എന്നീ കാറ്റഗറികൾക്ക് 150 രൂപയാണ് ആപ്ലിക്കേഷൻ ആയിട്ട് വേണ്ടി വരിക എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുവഴിയാണ്. വെബ്സൈറ്റ് ഏതാണ്? ഈ കേരള ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ്. ഇതാണ് വെബ്സൈറ്റ് www.kdrb.kerala.gov.in. എന്താണ് മക്കളെ? www.kdrb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓൺലൈൻ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? വരുന്ന ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. ഈ പറയുന്ന ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫുൾ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം? ഒന്ന് ഫോളോ ചെയ്തേക്കാം. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണ്. ഇനി അപേക്ഷിക്കേണ്ട തീയതി ഒന്ന് നോക്കിയേ. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 28/4/2025 ആണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 28/4/2025 രാത്രി 12 മണി വരെയാണ്. അപ്പം 28ാം തീയതി വരെ, അതായത് ഏകദേശം ഒരു മാസത്തെ സമയം എന്തുണ്ട്? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. ചാടിക്കേറി അപ്ലൈ ചെയ്യേണ്ട, ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് അപ്ലൈ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു തരും. ഓരോ കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തെറ്റിക്കാതെ എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഫീസ് അടച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്, ഏത് രീതിയിൽ അടയ്ക്കണം, സംശയമുള്ളവർക്ക് എല്ലാം അത് ക്ലിയർ ചെയ്യുന്ന സെഷൻസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും മക്കളെ? നമ്മളത് തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വിജ്ഞാപനത്തിന്റെ പാർട്ട് 2 പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. 23,500 അല്ലേ? 23,000 തൊട്ട് 50,700 വരെ എന്ത് വരുന്ന നമ്മുടെ സാലറി വരുന്ന 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന 7th ലെവലിലുള്ള ഒരു പോസ്റ്റാണ്. 7th സ്റ്റാൻഡേർഡ് പാസ്സായവർക്കുള്ള ഒരു അടിപൊളി പോസ്റ്റാണ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഡിഗ്രി പ്രശ്നമല്ല. ഡിഗ്രി എന്ത് ചെയ്യാം? ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സെറ്റാണ്. ഇനി ഇതിൻ്റെ സിലബസ് ഒന്ന് പരിശോധിച്ചാൽ നമുക്കിപ്പം ഒഫീഷ്യലായിട്ട് റൂം ബോയുടെ സിലബസ് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏഴാം സ്റ്റാൻഡേർഡുള്ള
മുൻ പ്രാവശ്യം നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ സിലബസ് നമുക്ക് പരിശോധിക്കാം. ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെ കൂടൽമാണിക്യം ദേവസ്വവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ തത്തുല്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ എക്സാമിൻ്റെ സിലബസ് ഒന്ന് പരിശോധിക്കാം. അതേ മാതൃകയിലുള്ള സിലബസ് തന്നെയായിരിക്കും ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാനായിട്ട് പോകുന്നത്. ആ സിലബസ് പ്രകാരം അന്ന് മലയാളത്തിലുള്ള എക്സാം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ആകെ 100 മാർക്കാണ് ഉണ്ടാവുക. 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ആകെ 100 മാർക്ക്. ദെൻ 1.25 മണിക്കൂറാണ് പരീക്ഷാ സമയം. 1 മണിക്കൂറും 15 മിനിറ്റുമാണ് എക്സാം. 1.5 മണിക്കൂറല്ല, 1 മണിക്കൂറും 15 മിനിറ്റുമാണ് ആ എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സെറ്റാണല്ലോ? ഓക്കെ ആണ്. ഇതിന്റെ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ പാർട്ട് 1, 2, 3, 4 എന്നിങ്ങനെ 4 പാർട്ടുകളിലായിട്ടാണ് ആ ഒരു എക്സാമിന്റെ സിലബസ് വന്നിട്ടുള്ളത്. അതിൽ പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവുമാണ് പാർട്ട് 1 അപ്പം നോർമൽ ആയിട്ടുള്ള നമ്മുടെ പരീക്ഷകൾക്കൊക്കെ PSC പരീക്ഷകൾക്ക് വരാറുള്ളത് പോലെ ഫിസിക്സിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുവിജ്ഞാനം ഉണ്ടാകും. അതേപോലെ തന്നെ ആനുകാലികം ഉണ്ടാകും. ദെൻ പാർട്ട് 2 വരുമ്പോഴോ അവിടെ ഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, അപ്പം മാത്സ്, റീസണിങ് വരുന്ന ഭാഗമാണ് പാർട്ട് 2. ദെൻ പാർട്ട് 3 വരുമ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് പാർട്ട് 3. ദെൻ പാർട്ട് 4 എന്ന് പറയുന്നത് മലയാളം ഭാഷയാണ്. പ്രാദേശിക ഭാഷ മലയാളമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിലബസിനകത്തുള്ളത്. ഈ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീകോഡ് ചെയ്ത് എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ദിവസം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു സെഷൻസിലൂടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC ബാച്ച് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 7ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കൂടി നമ്മൾ വരുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താ നോക്കിയാൽ 250+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. അപ്പോൾ റെക്കോർഡഡ് സെഷൻ എന്താണ് തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങൾ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആവാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾ പഠിക്കുന്നത് ലൈവ് സെഷനിലാണെങ്കിൽ അവിടെ കുറേ ഡൗട്ടുകൾ വരും. ഇതിന്റെ റെക്കോർഡ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആകും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റെക്കോർഡഡ് സെഷൻസ് നിങ്ങളിലേക്ക് എത്തും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് കിട്ടും. ടെസ്റ്റ് സീരീസുകൾ, ഡെയിലി ടെസ്റ്റുകൾ, ദൈനംദിന ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റുകൾ, അങ്ങനെ അടിപൊളി ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എല്ലാമായി കൃത്യമായ മെന്റർഷിപ്പോടെ, അമൽ സാറിന് നേതൃത്വത്തിലുള്ള മോട്ടിവേഷനിലൂടെ, കൃത്യമായ PDF നോട്ടുകൾ പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നോട്ടുകളിലൂടെ, ടെലഗ്രാം ചാനലിലൂടെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ബോംബ് പോലെ ഇങ്ങനെ കത്തി നിർത്തുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാച്ചാണ് ഈ ഒരു ബാച്ച്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. 8281223366. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല സമയമാണ് വന്നിരിക്കുന്നത്. കാരണം ഈദിൻ്റെ ഓഫർ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈദിൻ്റെ ഓഫർ പ്രകാരം നമുക്ക് 25% ഡിസ്കൗണ്ടോടുകൂടി ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് 2999 രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് വരിക. 2999 രൂപയാണ് ബാച്ചിൻ്റെ ഫീസ് വരിക. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ടോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2250 രൂപ മാത്രമാണ് എന്ത് വരിക, ഈ ഒരു ഫീസ് വരിക. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. നമുക്ക് വെറും നാളെയും മറ്റന്നാളും മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് വിളിക്കുക. അതുകൊണ്ട് ഈ കാണുന്ന നമ്പർ 8281223366. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പ്രൈസ് ഡ്രോപ്പോട് കൂടി, എന്ന് വെച്ചാൽ ഏറ്റവും സൂപ്പർ നോട്ട്സ് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ആണ് 25% ഡിസ്കൗണ്ട്. അപ്പോൾ 25% ഡിസ്കൗണ്ടോട് കൂടി 2250 രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 3000 രൂപയുടെ ബാച്ചാണ് 2250 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളുക, എത്രയും പെട്ടെന്ന് ബാച്ച് ജോയിൻ ചെയ്തോളുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ബാച്ചിൽ കാണാം.